അക്ഷയ പാത്രമാണ് ഗൈസ്, എടുക്കുന്നതും കൂടിക്കൊണ്ടിരിക്കും. വളരെ വളരെ കുറച്ച് ബാഗ്സേ ഉള്ളൂ. ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കും. നമ്മുടെ ഹാപ്പിനെസ് അല്ലേ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇന്നലെ കുഞ്ഞി കുട്ടി ബാഗ് നോക്ക്, എന്ത് ക്യൂട്ടാണെന്ന് നോക്ക്. ഹായ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. ഞാൻ ഇവിടെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. ലൈഫ് മഴയൊക്കെയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. നിങ്ങൾ എവിടെയാണോ അവിടെ സേഫായിട്ടിരിക്കുക. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ബാഗ് കളക്ഷൻ വീഡിയോസായിട്ടാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കും എൻ്റെ അനിയത്തിക്കും ബാഗ്, ചെരുപ്പ്, പിന്നെ ഡ്രസ്സ്, ഇത് മൂന്നും ഭയങ്കര ക്രേസാണ്. ഒരുപാട് മേടിച്ചു കൂട്ടും. അതൊരു ഇഷ്ടം കൊണ്ടാണ്. കാരണം നമ്മൾ ഇത് ആഗ്രഹിച്ച കുറേ ബാഗുകൾ കണ്ടിട്ട് ആഗ്രഹിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കിതൊന്നും മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് നമുക്ക് ജോലിയുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ പണിയെടുക്കണല്ലേ, നമ്മുടെ ഹാപ്പിനെസ് അല്ലേ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനൊരു കാരണമുണ്ട് കേട്ടോ. ബിക്കോസ് നമ്മൾ കഴിഞ്ഞിടക്ക് മലയാറ്റൂർ പോയിട്ടുണ്ടായിരുന്നു. സോ എനിക്കൊരു സൈഡ് ബാഗ് ഉണ്ട്, ഒരു ബ്ലാക്ക് കളറിൽ വരുന്നിട്ട്. അപ്പോൾ മലയാറ്റൂർ പോകുമ്പോൾ അതായിരിക്കും ഇത്തിരി കൂടി കംഫർട്ടബിൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബാഗ് തപ്പിപ്പോയി. ആ ബാഗ് തപ്പിപ്പോയപ്പോഴാണ് എനിക്ക് ഇത്രയും ബാഗ് ഉണ്ടെന്നുള്ളൊരു റിയലൈസേഷൻ കിട്ടിയത്. ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ബാഗിൻ്റെ കളക്ഷൻസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓരോ ബാഗ് കാണിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഫോട്ടോസും സൈഡിൽ കൊടുക്കാം. വെറുതെ ഒരു രസം കാണാമല്ലോ. നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാഗ് ഉണ്ട്. അതിപ്പോൾ ഇതാണ്, ബ്ലാക്ക് ബാഗ്. എനിക്ക് ഇഷ്ടമാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇപ്പോൾ ഇവിടെ പോയാലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാഗ് ഇതാണ്. ഇതിൻ്റെ സ്ലിങ് വന്നിട്ട് ഇതല്ല, വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ വളരെ പഴയ, ഞാൻ ഉപയോഗിച്ച് പഴക്കം വന്നൊരു ബാഗ് ഉണ്ടായിരുന്നു, സെയിം ബ്ലാക്ക് തന്നെ. അത് ശരിക്കും ചീത്തയായപ്പോഴേക്കും, കളയേണ്ട അവസ്ഥ വന്നപ്പോഴേക്കും ഞാൻ അതിൻ്റെ വള്ളി ഊരിയെടുത്തു. എന്നിട്ട് ഞാൻ ഈ ബാഗിനിട്ടു. കാരണം ഇതിൻ്റെ കൂടെ കിട്ടിയ സ്ലിങ് നമുക്ക് നോർമലി എല്ലാ ഒക്കേഷനിലും അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും ഇടാൻ പറ്റത്തില്ല. അതെല്ലാം അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ബാഗ്. ഇനി എൻ്റെ അടുത്ത ബാഗ് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് എൻ്റെ കസിൻ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടൊരു ബാഗ് ഇടാൻ കൊടുത്തപ്പോഴേക്കും അവൾ എന്നോട് തമാശ രൂപേണ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത് എന്താണെന്ന് ചോദിച്ചു, ഈ എല്ലാ ബാഗും കൂടി ഇടാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു ബാഗ് മേടിച്ചതെന്ന് ചോദിച്ചത്. അപ്പോൾ ആ ബാഗാണ് ഈ ബാഗ്. നോക്ക്, ഇതൊരു ലഗേജ് ബാഗാണ്. ഇത് എൻ്റെ അനിയൻ കോളേജിൽ നിന്ന് ട്രിപ്പ് പോയ സമയത്ത്, ഐ തിങ്ക് ബാംഗ്ലൂരാണെന്ന് തോന്നുന്നു, പോയ സമയത്ത് സിയ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു എടാ ബാഗ് മേടിക്കണമെന്നുള്ളത്. അപ്പോൾ അവൻ അവിടെ ചെന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ മേടിച്ചത് ലഗേജ് ബാഗാണിത്. അപ്പോൾ ഈ ബാഗ് കുഞ്ഞു ബാഗ് മേടിച്ച് കൂട്ടുമ്പോൾ അതിങ്ങനെ പുറത്ത് കിടക്കുമ്പോൾ അത് മൊത്തം പൊടിയായിട്ട് പോകും, ചീത്തയായി പോകും. അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചതാണ്, പിന്നെ എല്ലാം കൂടി ഇതിനകത്ത് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ അനിയത്തി മെൻഷൻ ചെയ്ത ബാഗ് ഇതാണ്. എല്ലാ ബാഗും കൂടി ഇടാൻ വേണ്ടി മേടിച്ച ബാഗാണോ എന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് ഇപ്പം നമ്മൾ എല്ലാ ബാഗും ഇതിനകത്താണ് കീപ്പ് ചെയ്യണത്. ഞാൻ ഒന്നേന്ന് തുടങ്ങാം. ഇത്രയും ബാഗ് ഉണ്ടെങ്കിലും ലൈക്ക് നമ്മളങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗൊന്നും മേടിക്കാറില്ല. നമ്മൾ അഫോർഡബിൾ റേറ്റിൽ നല്ല സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ നമ്മളത് മേടിക്കും. അപ്പോൾ ചിലതിൻ്റെ കോസ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല. ഇത് മാംഗോ എന്ന ബ്രാൻഡിൻ്റെ ബാഗാണ്. ഐ തിങ്ക് ഇറ്റ്സ് എക്സ്പെൻസീവ്. ഇത് കസിൻ തന്നതാണ്, അവൾ മേടിച്ച് തന്നതാണ് ഈ ബാഗ്. നൈസാണ് ഈ ബാഗ്. എനിക്കിതിൻ്റെ കളർ ശരിക്കും ഇഷ്ടപ്പെടും. നല്ലൊരു പേസ്റ്റ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇത് കസിൻ UK അവൾ UK പോയി വന്നപ്പോഴേക്കും മേടിച്ച് തന്ന ബാഗാണിത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതിൽ ഇതും പിന്നെ ഞാൻ മലേഷ്യയിൽ നിന്ന് മേടിച്ച കുറച്ച് ബാഗുണ്ട്, അതും ആയിരിക്കും കുറച്ചുകൂടി എക്സ്പെൻസീവ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ ഒന്നും റേറ്റ് എനിക്കറിയാൻ പാടില്ല. സോ ഇതാണ് ഫസ്റ്റ് ബാഗ്. അടുത്തത് ഈ ഒരു ബാഗാണ്. ഇത് നമുക്ക് ഇതിൻ്റെ സ്ലിങ് സെപ്പറേറ്റ് ഊരി എടുത്തിട്ട് പേഴ്സ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബാഗ്. പേഴ്സായിട്ട് യൂസ് ചെയ്യാം, സ്ലിങ് ഇട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ കുറച്ച് നാൾ ഒരു ടെക്സ്റ്റൈലിൽ ബില്ലിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മേടിച്ച ബാഗാണ്. ഇത് 200 സംതിങ്ങേ ഉള്ളൂ. ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ നോക്കി വെച്ചത് ഒരു കസ്റ്റമർ എടുത്തിട്ട് പോയി. അപ്പോൾ പിന്നെ ഇത് മേടിച്ചില്ലെങ്കിൽ ഇതും കസ്റ്റമർ എടുത്തിട്ട് പോകുന്ന വിചാരിച്ചിട്ട് ഞാൻ
മേടിച്ച ബാഗാണിത്. ഇതിൻ്റെ റേറ്റ് ഞാൻ പൊളിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ അത് റേറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും 200-250 ഒക്കെ വരത്തുള്ളൂ. സോ ഇതാണ് നെക്സ്റ്റ് വൺ. ഇതാണ് നെക്സ്റ്റ് ബാഗ്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ബാഗ്. ഈ ആനിമൽ പ്രിൻ്റ് എനിക്കും എൻ്റെ അനിയത്തിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് എൻ്റെ അനിയൻ ട്രിപ്പ് പോയപ്പോൾ ഈ ലഗേജ് ബാഗിൻ്റെ കൂടെ തന്നെ മേടിച്ച ബാഗാണ് ഈ ആനിമൽ പ്രിൻ്റ് ബാഗും. ഇതിൻ്റെ സ്ലിംഗ് ആണ് നൈസ് സാധനം. ഇതേപോലത്തെ ചങ്ങലയാണ് ഇതിൻ്റെ സ്ലിംഗ് ആയിട്ട് വരുന്നത്. ഇത് നൈസ് സാധനമാണ് ഗൈസ്. നല്ല രസം. ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഈ ബാഗ്. ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചതാണ്, അതുകൊണ്ട് തന്നെ നല്ല ചീപ്പ് റേറ്റിന് തന്നെ കിട്ടിയതാണ് ഇതും. ഇനി അടുത്തത് അക്ഷയപാത്രമാണ് ഗൈസ്, എടുക്കുന്നതും കൂടിക്കൊണ്ടിരിക്കും. അടുത്തത് ഈ ബാഗാണ്. ഇതിൻ്റെ ലേറ്റസ്റ്റ് മച്ചമ്പിയുടെ കല്യാണം ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ബാഗും കണ്ടിട്ടുണ്ട്. ഇതെനിക്ക് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഓണർ, നമ്മുടെ ചേച്ചിനെ വിളിക്കണത്. അപ്പോൾ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബാഗാണിത്. ആൻഡ് ഐ തിങ്ക് ഇത് എക്സ്പെൻസീവ് ആണ്. ഇത് R&B ബ്രാൻഡിൻ്റെ ആണ്. ഇതാണ് ഒരു ബാഗ്. ഇത് സാരിയുടെ കൂടെയൊക്കെ ഇടാൻ നൈസായിരിക്കും. ഇതിന് നമുക്ക് 2 രീതിയിൽ ഇടാം. ഇപ്പോൾ ചങ്ങല മാത്രമായിട്ടാണെങ്കിൽ അതങ്ങനെ കുറച്ചിട്ട് ഇത് കൂട്ടിയിട്ട് ഇടാൻ പറ്റും. ഇനി അതല്ല ഇത് ഷോർട്ട് ബാഗായിട്ട് ഇടാണെങ്കിൽ ഇത് മാത്രമായിട്ടും ഇങ്ങനെ പെയർ ചെയ്യാൻ പറ്റും. നൈസല്ലേ? സാരിയുടെ കൂടെയൊക്കെ നൈസാണ് ഗൈസ്. നല്ല പട്ട് സാരിയുടെ കൂടെയൊക്കെ ഉടുക്കാൻ നല്ല രസമായിരിക്കും. അപ്പം ഇതാണത്. ഇനി അടുത്തത് വാട്ട് ഐ ഗോട്ട് ഫ്രം മലേഷ്യ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. മലേഷ്യയിൽ നിന്ന് മേടിച്ച ബാഗിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ ബാഗ്. മലേഷ്യ റിങ്കറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല. ഈ സ്ലിംഗ് ആണ്. ഇതിൻ്റെ കൂടെ 2 സ്ലിംഗ് ഉണ്ടതാണ്. ഈ ഷോർട്ടും ഉണ്ട്, ഇതിൻ്റെ തന്നെ വലിയ സ്ലിങ്ങും ഉണ്ട്. ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് മേടിച്ച ബാഗാണ് കോച്ചിൻ്റെ. ഇത് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇതിൻ്റെ സ്ലിംഗ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ലോങ് സ്ലിങ്. ഇതിൻ്റെ കവർ പോലെ ഞാൻ മാറ്റിയിട്ടില്ല. ഈ ഷെയ്ഡ് ഇത് ലോങ് ആണ്. ഭയങ്കര നമുക്ക് ഇത്രയും നീറ്റമുണ്ട്, ഭയങ്കര വലുതാണ്. അപ്പം ഷോർട്ടാണ് ഇത്തിരി നല്ലത്. ഇതിനകത്ത് ചെയ്യണം ഇങ്ങനെ ടാഗൊക്കെ ഉണ്ട്. നൈസല്ലേ? ഇതാണ് ആ ബാഗ്. മലയാറ്റൂർ പോകാൻ വേണ്ടിയിട്ട് ഞാൻ തപ്പി നടന്ന ബാഗ്. ഇത് നമ്മളിങ്ങനെ ഇടുന്നതാണ്. നോക്ക്, ഇങ്ങനെ ഇടുന്ന ബാഗാണ്. ഇതുമായിട്ട് ഓർത്തുള്ള മലയാറ്റൂർ കമന്നടിച്ചാണ് വീണിട്ടുണ്ട് ഗൈസ്. മല ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബാഗുമായിട്ട് കമന്നടിച്ച് ഒറ്റ വീഴ്ച. ആൾക്കാരൊക്കെ ചുറ്റിനും കൂടി നാണൊക്കെ ഞാൻ എൻ്റെ കൂടെ ഇടാതെ പിള്ളേരോട് ഞാൻ അവിടെ വീണ് കിടക്കണാണ്. അപ്പോൾ ഉടനെ എഴുന്നേറ്റിരുന്ന് എൻ്റെ കൂടെ നിന്ന് പിള്ളേരോട് ഇരിക്കടാ എന്ന് ഞാൻ പറഞ്ഞ അവരെയും പിടിച്ചിരുത്തി. അപ്പോൾ ഇതാണ് ആ ബാഗ്. ഇത് അനിയത്തി മേടിച്ചതാണ്. ഐ തിങ്ക് ഫ്ലിപ്കാർട്ടാണെന്ന് തോന്നുന്നു. ഇത് നൈസാണ്. യാത്രയൊക്കെ പോകുമ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കും. പിന്നെ ഇഷ്ടംപോലെ റൂംസ് ഉണ്ട്. ഇതിന് കുറേ സാധനങ്ങളകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കുറേ സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ബാഗ്. ഇവിടെ കിടക്കട്ടെ. പിന്നെ അടുത്തത് ഇത് ഞാൻ മലേഷ്യയിൽ നിന്ന് മേടിച്ച ബാഗാണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഈ ബാഗ്. ഇത് നല്ല കുട്ടി ബാഗ്. നമ്മൾ ബാക്ക് പാക്കിൻ്റെ തന്നെ ചെറിയൊരു വേർഷൻ. ഇതിൻ്റെ സ്ലിങ് നോക്കട്ടെ. ഇതിൻ്റെ സ്ലിങ്ങിലുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ലിങ് വരുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഷോർട്ടും ആക്കാം, ലോങ്ങും ആക്കാം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബാഗാണ്. ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ റേറ്റ് അത് എഴുതിയിട്ടുണ്ട്. നമുക്ക് മലേഷ്യൻ റിങ്കറ്റ്സ് 15 കാണിക്കുന്നത്. 15 രൂപ മലേഷ്യൻ റിങ്കറ്റ്സ്. ഇന്ത്യൻ മണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത്ര. ഇത് നമ്മൾ നല്ല ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത്. നമുക്ക് ബ്രാൻഡഡ് ബാഗൊക്കെ അഫോർഡബിൾ റേറ്റിൽ കിട്ടുമെങ്കിൽ നല്ല അത്യാവശ്യം നല്ലപോലെ നമ്മൾ ബാർഗെയിൻ ചെയ്യണം. അങ്ങനെ മേടിച്ചതാണിത്. പിന്നെ അടുത്തത് ഇതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇത്ര നാളും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ പെയിൻറ്റ് പോയി. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് നമ്മുടെ
ഇത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഓഫർ ആയിരുന്നത് 4 ബാഗ് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 4 ബാഗ് എടുത്തു. അതിലൊരെണ്ണമാണ് ഇത്. ഒരെണ്ണം ഞാൻ അനിയത്തിക്ക് കൊടുത്ത്, 2 2 കസിൻ സിസ്റ്റേഴ്സിനും കൊടുത്ത്. പക്ഷെ ഇത് നല്ല നൈസായിരുന്നു. ഇത് ഇപ്പം എങ്ങനെ പെയിൻറ്റ് പോയെന്ന് മനസ്സിലായില്ല. ഇത് കിഡുവാണ് ഗൈസ്. ഈ ജീൻസിൻ്റെ കൂടെ ഇടുമ്പോഴേക്കും ഈ ചങ്ങല മാറ്റിയിട്ട് ഇതിനും നമുക്ക് ആ 2 രീതിയിലും ഇടാൻ പറ്റുന്നതാണ്. ഈ ചങ്ങല വെച്ച് ഇടാൻ പറ്റും, പിന്നെ ഈ സ്ലിങ് വെച്ചിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഈ റിബൺ കളഞ്ഞിട്ട് ഇടുവാണെങ്കിൽ സാരിയുടെ കൂടെ ഇടാൻ പറ്റും, റിബൺ ഇട്ടുകൊണ്ട് ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും. നൈസാണിത്. ഇത് നല്ല വർഷം പഴക്കമുണ്ട്. ഇവിടെ സിബൊക്കെ പോയി. ഇതെങ്ങനെ നോക്കിയാലും ഒരു 5 വർഷത്തെ പഴക്കമുണ്ട് ഈ ബാഗിന്. അങ്ങനെ നോക്കിയാൽ എത്രയും പഴക്കമുണ്ട്. പക്ഷെ യൂസ് ചെയ്തേക്കുന്നത് വളരെ കുറവാണ്. പിന്നെ ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മേടിച്ച ബാഗാണ്. നമുക്ക് ഇതിൻ്റെ സ്ലിങ് വേണ്ട. ഇത് ഈ ഒറ്റ രീതിയിൽ ഇടാൻ പറ്റുള്ളൂ. ഇവർക്കിത് 2ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് 2ആയിട്ട് ഇടാമായിരുന്നു. ഇവർ ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഈ സാധനം കൊടുത്ത് എനിക്ക് തോന്നുന്നത് അഴിക്കാൻ പറ്റൂല. ഈ ബാഗിനും ഒരു 5 എങ്ങനെ വന്നാലും 4-5 വർഷത്തെ പഴക്കമുണ്ട്. നോക്ക്, പിങ്ക് കളർ എനിക്കില്ലാഞ്ഞിട്ട് മേടിച്ചതാണിത്. പിങ്ക് കളർ ബാഗ്. ഇതും ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ്. പിന്നെ ഇതൊരു കുട്ടി പേഴ്സാണ്. ഇത് ഞാൻ ലുലു മോളിൽ പോയപ്പോൾ ഒരു ദിവസം മേടിച്ചതാണ്. ഒരു കുട്ടി പേഴ്സ്, സ്മൈൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് വരട്ടെ. ഇനി അടുത്തത് ഇത് കോമൺ ആണ്, എല്ലാവരുടെയും കയ്യിലുള്ള ഒരു പെട്ടി ബാഗാണിത്. എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇത് എൻ്റെ അനിയത്തി കോഴിക്കോട് ഇപ്പോൾ മേടിച്ചതാണ്. കോഴിക്കോട് നിന്ന് ഇത് 200 രൂപയ്ക്കാണ്, 200-250 എന്തോ അത്രയും രൂപക്ക് കിട്ടിയതാണ്. ഇതാണ് ദ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്തേക്കുന്ന ബാഗ്. ഇതാണ്. ഇത് നൈസാണ് ഈ ബാഗ്. ഇത് കോമൺ, എല്ലാവരുടെയും കയ്യിലുണ്ട് ഈ ബാഗ്. ബോയ്സും ഗേൾസൊക്കെ യൂസ് ചെയ്യും. ഇതിൻ്റെ സ്ലിങ് ഒക്കെ ഉണ്ട്. ഇത് കഴുകാനായി സ്ലിങ് ഫോർ എവർ യങ്. ഇനി അടുത്തത്, ദിസ് ഈസ് സോ ക്യൂട്ട്. ഇത് നല്ല പഫി നല്ല സോഫ്റ്റാണ് ഗൈസ്. ഇത് കണ്ട ഒരു ക്യൂട്ട്നെസ്, ഒരു കുട്ടി ബാഗാണ്. ഇങ്ങോട്ട് കയറത്തില്ല, ഇങ്ങനെ ഇടാൻ പറ്റുമോ? നോക്ക് എന്ത് ക്യൂട്ടാണെന്ന് നോക്ക്. അതിനേക്കാൾ രസം പിടിക്കാൻ. എന്ത് സോഫ്റ്റാണിത്. ഇത് ഈ വർഷത്തെ ബർത്ത്ഡേക്ക് എൻ്റെ അനിയത്തിക്ക് അവളുടെ റൂംമേറ്റിൽ ആരോ ഗിഫ്റ്റ് കൊടുത്ത ബാഗാണിത്. നോക്ക് എന്ത് ക്യൂട്ടാണ്. പിള്ളേർ കണ്ട ഈ ബാഗ് വിടത്തില്ല, അതുകൊണ്ട് ഒളിപ്പിച്ച് വെക്കും. ഇതിനും അതെ ലോങ് ആയിട്ടുള്ള സ്ലിങ് ഉണ്ട്, ചങ്ങലയുടെ തന്നെ. സിബൊന്നുമില്ല, ജസ്റ്റ് ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സാധനം എന്ത് ക്യൂട്ടാ നോക്ക്. ഹായ്, നല്ല സോഫ്റ്റ്, സോ നൈസ്. ആൻഡ് അടുത്തത് ഇതാണ്. ഇത് നമ്മുടെ ഈ കഥാകൃത്തൊക്കെ യൂസ് ചെയ്യുന്ന ബാഗില്ലേ, കവിത ആൾക്കാരൊക്കെ എഴുതുന്ന സൈസ് ബാഗ്. ഇത് അങ്ങനത്തെ ബാഗാണ്. ഈ ചില സമയത്ത് ഈ ജീൻസും കുർത്തിയും കൂടെ എടുത്തില്ല, അതിൻ്റെ കൂടെ നല്ലപോലെ പെയർ ചെയ്യാൻ പറ്റും ഈ ബാഗ്. അങ്ങനത്തെ ബാഗാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യണം. ഞാൻ ട്രിവാൻഡ്രത്ത് ഉണ്ടായപ്പോൾ മേടിച്ചതാണിത്. പിന്നെ ഇതാണ്. പിന്നെ ഇതാണ് സ്ലിങ്. ഇത് ഏതിൻ്റെ സ്ലിങ് ആണെന്ന് അറിയാം. ഞാൻ ആദ്യം കാണിച്ച ബാഗിൽ ഈ ബാഗില്ലേ, ഇതിൻ്റെ സ്ലിങ് ആണിത്. ഞാൻ ഇത് ഊരിയിട്ട് ഇത് നമുക്ക് എപ്പോഴും എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഇടാൻ പറ്റത്തില്ല. പിന്നെ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എപ്പോഴും ഇട്ട് ചീത്തയിൽ പോകാന്ന് വെച്ചിട്ട് അത് മാറ്റിയിട്ട് എൻ്റെ പഴയ ബാഗിൻ്റെ സ്ലിങ് ആയിട്ടേക്കണം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇത് നമ്മൾ മലേഷ്യയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ആക്ച്വലി അമ്മച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ ബാഗ് മേടിച്ചത്. പക്ഷേ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, അമ്മച്ചി എന്നോട് പറഞ്ഞു അമ്മച്ചിക്ക് വേണ്ടിയിട്ടൊരു ബാഗ് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്ലിങ് സംടൈംസ് ഇത്രയും വണ്ണമുള്ള വള്ളി വരുന്ന ബാഗിടാൻ ഭയങ്കര ഇഷ്ടം. കുറച്ച് ചില സമയത്ത് മാത്രം. അപ്പം ഞാൻ എനിക്ക് വേണ്ടി അത് മേടിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോകും, എപ്പോഴും ഇടത്തില്ലല്ല.
അപ്പം അമ്മച്ചി ഒരു ബാഗ് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അമ്മച്ചി ഈ ബാഗ് കാണിച്ച് വേറൊരു ബാഗ് കാണിച്ച്. അപ്പം ഞാൻ ഇതെടുത്ത് അടി യെസ് ഇത് മതി എന്ന് പറഞ്ഞു. കാരണം ഇത് മേടിച്ചാൽ എനിക്ക് യൂസ് ചെയ്യാം, അമ്മച്ചിക്ക് യൂസ് ചെയ്യാം. നല്ല സ്റ്റൈൽ ബാഗാണിത്. ഓക്കെ, ഇത് നൈസാട്ടോ. ഇതാണ് ആ ബാഗ്. സോ ഇത് കൂടാണ്ട് ഇനി ബാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ എൻ്റെ ഹാൻഡ് ബാഗ് സെക്ഷനാണ്. ഇത് കൂടാണ്ട് ബാക്ക് പാക്ക് ഉണ്ട്. ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന ബാഗ് ബാക്ക് പാക്കാണ്. അതല്ലാണ്ട് ഹാൻഡ് ബാഗ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ജോലിക്ക് പോകുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ബാഗിൽ ബാഗ് ഉണ്ടായിരിക്കണം. ഞാൻ യൂസ് ചെയ്യണത് ഡെക്കാത്ലോണിലെ ഏറ്റവും വില കുറഞ്ഞൊരു ബാഗില്ലേ, ഐ തിങ്ക് 199 ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് 2 ഇത് മാത്രമുള്ള ഒരു കുഞ്ഞു ബാഗ്. അതിലൊരു നീല കളറിലെ ബാഗാണ് ഞാൻ യൂസ് ചെയ്യണത്. അത് ഞാൻ 2021 മേടിച്ച ബാഗാണ്. ഇപ്പോഴും അത് തന്നെ യൂസ് ചെയ്യണം. ഇപ്പം എൻ്റെ സിബ് ഞാൻ കഷ്ടപ്പെട്ടൊക്കെയാണ് വലിച്ചിടേണ്ടത്. അപ്പം അതൊന്നും പുതിയത് മേടിക്കാൻ സമയമായിട്ടുണ്ട്. കാരണം എനിക്ക് ബാക്ക് പാക്ക് അത്രയ്ക്ക് നിർബന്ധമാണ്. പിന്നെ ഒരു ബാക്ക് പാക്ക് ഉണ്ട്, അതും അനിയത്തിക്ക് ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് ഞാൻ ബാക്ക് പാക്കാണ് യൂസ് ചെയ്യണതെന്ന് അറിയാമെന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പോന്നപ്പോഴേക്കും എനിക്ക് ആ ബാഗ് കൊണ്ടുവന്ന് തന്നു. അത് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ 1-2 തവണ ഇട്ടു, പിന്നെ അത് എപ്പോഴും ഇട്ടാൽ ചീത്തയിപ്പം. പക്ഷെ നല്ല ബാഗാണത്. അത് കാരണം അത് ഞാൻ അതൊരു സൈഡിലുണ്ട്. ഇനിയും ബാഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബാഗ് ഉണ്ട്, പക്ഷെ ഇപ്പം എൻ്റെ കയ്യിലില്ല. സിയ കൊണ്ടുപോയൊക്കെയാണ്. അവളയിലാണ് ഒരു എൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ബാഗ്, കുറഞ്ഞത് 4 ബാഗെങ്കിലും അവളുടെ ഇപ്പോൾ അവൾ യൂസ് ചെയ്യുന്നുണ്ടാകും. അത് ജോലിക്ക് കൊണ്ടുപോകുന്നതല്ല, അല്ലാണ്ട് തന്നെ. നമ്മൾ മലേഷ്യയിൽ പോയപ്പോൾ ഒരു ഹാൻഡ് ബാഗ് അല്ലാണ്ട് വലുതെടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ കറൻ്റ് ഇപ്പോൾ അവളുടെ ഒരു 4 ബാഗ് ഉണ്ടാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗ് കളക്ഷൻ. വളരെ 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 കുറച്ച് ബാഗ്സേ ഉള്ളൂ. ലൈക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഗൈസ്, ബാഗ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ഞാൻ ഒരിടത്ത് പോകുമ്പോൾ മേടിക്കത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ തന്നെ കൺട്രോൾ ചെയ്യും. ഞാൻ എന്നോട് തന്നെ പറയും, റിയ യു ഹാവ് എ ലോട്ട് ഓഫ് ബാഗ്സ്, യു ഡോണ്ട് നീഡ് ടു ബൈ അനദർ വൺ എന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ മേടിക്കാത്തത്. ലാസ്റ്റ് നമ്മൾ മേടിച്ച ബാഗ് മലേഷ്യയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും മേടിച്ചിട്ടില്ല. സോ ഗൈസ്, ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, ബി സേഫ്, ബൈ ബൈ. കുറച്ച്